ടു അവർ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഏരിയയെക്കുറിച്ചാണ്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്, ദെൻ സിംഗിൾ സെൽ പ്രോട്ടീൻസ്, ബയോ ഫോർട്ടിഫിക്കേഷൻ, ടിഷ്യൂ കൾച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആനിമൽ ബ്രീഡിംഗ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന മിക്കവാറും ഒക്കെ പ്ലാന്റ് വെറൈറ്റീസൊക്കെ തന്നെ ഹൈ ഈൽഡിങ് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒന്നും വൈൽഡ് വെറൈറ്റീസിനെ ഒന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ചെടികളിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ആവശ്യമുള്ള സ്വഭാവങ്ങൾ അതിലുണ്ടാക്കിയെടുക്കുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്വഭാവങ്ങളെന്ന് പറയുന്നത് ഒന്ന് ബെറ്റർ ഈൽഡ്, നല്ല ഈൽഡ് ഉണ്ടാകുക, കൂടുതൽ ഈൽഡ് കിട്ടുക എന്നുള്ളതാണ്, വിളവ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡിസയറബിൾ ക്വാളിറ്റി. രണ്ട്, ഡിസീസ് റെസിസ്റ്റൻസ്, കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് വെറൈറ്റീസിനെ ഉണ്ടാക്കുക. അതിനുവേണ്ടി നമ്മൾ ചെടികളിൽ ചില മാറ്റങ്ങൾ വരുത്തിയെടുക്കുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ടു ക്രിയേറ്റ് ഡിസൈർഡ് പ്ലാന്റ് ടൈപ്സ് വിത്ത് ബെറ്റർ ഈൽഡ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്. പ്ലാന്റ് ബ്രീഡിംഗ് ഈസ് ദ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. ചെടികളുടെ വർഗ്ഗങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ടു ക്രിയേറ്റ് ഡിസൈർഡ് പ്ലാന്റ് ടൈപ്സ്, ഡിസൈർഡ് ആയിട്ടുള്ള പ്ലാന്റ് ടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. വിത്ത് ബെറ്റർ ഈൽഡ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്, കൂടുതൽ ഈൽഡും റെസിസ്റ്റൻസുമുള്ള പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മളെപ്പോഴും പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്, കൂടുതൽ ഈൽഡ് കിട്ടുക. അപ്പോൾ ഡയഗ്രത്തിൽ ഫോട്ടോഗ്രാഫി കാണിച്ചിരിക്കുന്നത് മെയ്സിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടാൽ, കോൺ സൈസ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഈൽഡ് വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള നമ്മുടെ വൈൽഡ് വെറൈറ്റിയേക്കാളും കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ എല്ലാ പ്ലാന്റ്സും കാണാൻ പറ്റുന്നതാണ്. തെങ്ങിലും നെല്ലിലൊക്കെ നമുക്ക് കൂടുതൽ ഈൽഡുള്ള വെറൈറ്റീസിനെ ഉണ്ടാക്കിയെടുക്കുക, ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്. രണ്ടാമത്തത് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദി പ്ലാന്റ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ സൺഫ്ലവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. സൺഫ്ലവർ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ കൂടുതൽ ഓയിലുള്ളത്, കൂടുതൽ വൈറ്റമിൻസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കണ്ടൻറ്റിൽ വ്യത്യാസമുള്ളതുമായിട്ടുള്ള ഓയിലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അത് കണക്ക് തന്നെ ഗ്രൗണ്ട് നട്ടിൽ കൂടുതൽ ടേസ്റ്റുള്ള, കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഗ്രൗണ്ട് നട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോൾ അവിടെ അയൺ കണ്ടൻറ്റോ വൈറ്റമിൻ എ കണ്ടൻറ്റോ കൂടുതലുള്ള ലീഫി വെജിറ്റബിൾസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഒന്നാമത്തത് അതിന് ഈൽഡ് കൂട്ടുക, രണ്ടാമത്തത് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. അടുത്ത മൂന്നാമത്തത് ഇൻക്രീസ്ഡ് ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടോളറൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില ചെടികൾക്ക് ഉപ്പ് ജലാശയങ്ങൾ വളരാൻ സാധിക്കില്ല, സാൾട്ട് റെസിസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് സാൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ സാൾട്ട് ടോളറൻ്റ് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് മാംഗ്രൂവ് പ്ലാന്റ്സ് ആണ്. മാംഗ്രൂവ് പ്ലാന്റ്സ് മിക്കവാറും വളരുന്നത് മാർഷി ലാൻഡ് പോലെയുള്ള പ്രദേശങ്ങളിൽ, ഉപ്പ് ജലാശയങ്ങളിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മാംഗ്രൂവ് പ്ലാന്റ്സിൻ്റെ അതേ ക്വാളിറ്റിയുള്ള റൈസ് വെറൈറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ സാൾട്ട് ടോളറൻസിന് കാരണമാകുന്ന ജീനെ നമ്മൾ ഈ മാംഗ്രൂവ് പ്ലാന്റ്സിൽ നിന്ന് നേരെ റൈസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു. ദിസ് ദ പ്ലാന്റ് ബിക്കം സാൾട്ട് റെസിസ്റ്റൻറ്റ്. അല്ലെങ്കിൽ വിൻഡ് റെസിസ്റ്റൻ്റ് പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിൻഡ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റടിച്ചാലൊന്നും വിഴുതു പോകാത്ത തരത്തിൽ നല്ല ഹ്യൂജ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റമുള്ള പ്ലാന്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നല്ല വിണ്ട് കയറിയ പാടത്ത് പോലും വളരാൻ പറ്റുന്ന തരത്തിലുള്ള നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും വെറൈറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ദി ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. അടുത്തത് റെസിസ്റ്റൻസ് ടു പാത്തോജൻസ്. പാത്തോജൻസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ വൈറസ്, ഇപ്പോൾ കാണിച്ച ടുബാക്കോ മൊസൈക്ക് വൈറസാണ്, TMV, അല്ലെങ്കിൽ ബാക്ടീരിയ. അപ്പോൾ ഇങ്ങനെയുള്ള പാത്തോജൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വെറൈറ്റീസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അടുത്തത് ഇൻക്രീസ് ദി ടോളറൻസ് ടു ഇൻസെക്റ്റ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ്. അപ്പോൾ ലീഫിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട്സിൻ്റെയോ സീഡിൻ്റെയോ ഒക്കെ അറ്റാച്ച് ചെയ്ത് അവയെ നശിപ്പിക്കുന്ന, വേരിനെയൊക്കെ നശിപ്പിക്കുന്ന ചില വേംസൊക്കെ ഇവയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന തരം, ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള
അവയെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ വെറൈറ്റി. ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഫോട്ടോഗ്രാഫിൽ ഒരേ പ്ലാന്റ് തന്നെ 2 ലീഫാണ് കാണുന്നത്. ഒരു ലീഫിലാണെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഇൻസെക്ട്സ് അതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, മറ്റേതിലാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഇൻസെക്ട്സിന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇൻസെക്റ്റ് അല്ലെങ്കിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്, then improved quality, then increased the tolerance to environmental stresses, then resistance to pathogens, then increased the tolerance to insect pest. അടുത്തത് സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഓഫ് എ സക്സസ്ഫുൾ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോസസ്സ് എന്ന്. ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. പലപ്പോഴും ഇതിനകത്ത് പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇടയ്ക്കിടെ ചില സ്റ്റെപ്പുകൾ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, അത് വിട്ട് അത് ബ്ലാങ്ക് ഇട്ടത് ചോദിക്കാറുണ്ട്. ആ സ്റ്റെപ്പ് എന്താണെന്ന് മാത്രം എഴുതാൻ ചോദിക്കുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒന്നാണ് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പുകളുടെ കാര്യം മാത്രം ആദ്യം വായിക്കാം. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, സ്റ്റെപ്പ് 1. Step 2, evaluation and selection of parents. Step 3, cross hybridization of selected parents. Step 4, selection and testing of superior recombinants. BI ആണ് വരേണ്ടത്, ടൈപ്പിങ്ങിൽ വന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സോറി. സ്റ്റെപ്പ് 5, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 5 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഈ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലുള്ളത്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ റൈസിലോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ റൈസിൽ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്ക് നടത്തുകയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന പ്ലാന്റിന് ഇല്ലാത്ത പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആ പ്ലാന്റിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റൈസിൽ ഇവിടെ നിലവിലില്ലാത്ത ക്യാരക്ടേഴ്സ് ഉള്ള റൈസ് ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റീസിനെ കൊണ്ടുവന്ന് ഒരുമിച്ചുള്ള ഒരു പുതിയ റൈസ് വെറൈറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇപ്പോൾ ഈൽഡും റെസിസ്റ്റൻസും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണമെന്ന് വരിക, അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സിങ്ങും ഈൽഡും കൂടുതൽ കൊണ്ടുവരിക. അപ്പോൾ ചിലതിന് ഈൽഡുണ്ട്, ചിലതിന് നൈട്രജൻ ഫിക്സിങ് കപ്പാസിറ്റി ഉണ്ട്. രണ്ടും കൂടെ ഒരു ചെടിയിൽ കൊണ്ടുവരിക, അതെങ്ങനെ കൊണ്ടുവരും? അപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഏതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. എന്തൊക്കെ ക്വാളിറ്റീസാണ് നമുക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് പറയണമെങ്കിൽ ഏതൊക്കെ ക്വാളിറ്റീസുള്ള ചെടികളുണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ നെല്ലിൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ, അത് കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, നമുക്ക് അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ നെല്ലാണ് ചെയ്യുന്നതെങ്കിൽ പയറാണെങ്കിൽ പയർ, അല്ലെങ്കിൽ തക്കാളിയാണെങ്കിൽ തക്കാളി, ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യേണ്ടെന്ന അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്ക് ചെയ്യേണ്ട ചെടികളുടെ എല്ലാ സീഡുകളും നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ നെല്ലാണ് ചെയ്യുന്നതെങ്കിൽ നെല്ലിൻ്റെ കിട്ടാവുന്ന തരത്തിലുള്ള എല്ലാ സീഡുകളും നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നെൽവിത്തുകൾ കൃഷി ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തെ പല സ്റ്റേറ്റുകളിൽ പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന നെൽവിത്തിനങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. കിട്ടാവുന്നത്ര എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ കൊണ്ടുവന്ന് ലബോറട്ടറി കണ്ടീഷനിൽ പ്രത്യേകമായിട്ട് ഫീൽഡുകളിൽ ഇതിനെ നമ്മൾ വിതയ്ക്കുന്നു. അത് വിതച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിറ്റീസ്, അത് വളരുന്നത് എങ്ങനെയാണ്, വളർച്ച എങ്ങനെയാണ്, വെള്ളം എത്ര ആവശ്യമുണ്ട്, വെള്ളം ഇല്ലെങ്കിൽ വളരുമോ, അതിൻ്റെ പൂവിടുന്നത് എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് അതിനകത്ത് പൂവുണ്ടാകും അല്ലെങ്കിൽ നെല്ലുണ്ടാകും, നെല്ലിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ കതിര് വരുന്നത് എങ്ങനെയാണ്, കതിര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നെൽമണികൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുമോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പഴുത്തു പോകുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈയിങ് നേച്ചർ, ആ സീഡ് കൊണ്ടുവന്നത് എങ്ങനെയാണ്, മില്ലിംഗ് ക്വാളിറ്റി, നമ്മളതിനെ നെല്ലിനെ അരിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, കുക്കിംഗ് ക്വാളിറ്റി, അത് വേവിച്ച് കഴിക്കും, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഓൾ ദി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കൾട്ടിവേറ്റഡ് സ്പീഷീസ്. നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്ത് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടാവുന്നത്ര കൃഷി ചെയ്യുന്ന എല്ലാ വെറൈറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നു. ഇത് ചെയ്യുന്ന നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്ക് ചെയ്യുന്നത് ലബോറട്ടറി കണ്ടീഷനിലാണ്. അപ്പോൾ അവിടെ ആ ലാബിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, നമ്മുടെ കേരളത്തിലുള്ള അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, കൃഷിഭവനുകളിൽ, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. അഗ്രികൾച്ചർ കോളേജുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഓൾ ദി ഡിഫറെൻറ്റ് വെറൈറ്റീസ് കൾട്ടിവേറ്റഡ് സ്പീഷീസ്. അപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഈ എൻ്റെയർ വിത്തിനങ്ങളുണ്ടല്ലോ, നമ്മൾ നെല്ലിൻ്റെ തന്നെ ഒരു 100 ഇനങ്ങൾ നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൊമാറ്റോയുടെ ഒരു 50 ടൈപ്പ് വിത്ത് നമുക്ക് കിട്ടി. ഇതിൻ്റെ ഈ കളക്ഷനെ പറയുന്നത് ജേംപ്ലാസം കളക്ഷൻ. This entire collection of all the diverse alleles of genes in a crop is called germplasm collection. ഒന്നാമത്തെ സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് all the different varieties of cultivated species.
This entire collection of all the diverse alleles of genes in a crop is called germplasm collection. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി എന്നുള്ളതും രണ്ടാമത്തെ വാട്ട് ഈസ് ജേംപ്ലാസം കളക്ഷൻ. അപ്പോൾ ജേംപ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സീഡുകൾ കളക്ട് ചെയ്യുന്നു. നെല്ലിൻ്റെ ആണെങ്കിൽ സീഡ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ മറ്റു ചിലതിനാണ് സീഡ് കളക്ട് ചെയ്യാൻ പറ്റാത്ത ചെടികളായിട്ട് നമ്മൾ തൈകളായിട്ട് തന്നെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ജേംപ്ലാസം കളക്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് പയറിൻ്റെ പല വെറൈറ്റീസിൻ്റെ കളക്ഷനാണ് കാണിച്ചത്. ഇതാണ് ജേംപ്ലാസം കളക്ഷൻ. നമ്മൾ കിട്ടാവുന്നത്ര പയർ മണികളൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന എല്ലാ വെറൈറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഏറ്റവും നല്ല ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് പംകിൻ്റെ പല വെറൈറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. അത് പിന്നെ DNA മാറ്റങ്ങൾ വരുത്തുന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ പിന്നെ ഗാമ റേഡിയേഷൻ കൊടുത്ത് ചിലപ്പോൾ ചില ചെടികളിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാറുണ്ട്. ഗാമ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടികളിൽ, ഈ ചെടിച്ചട്ടികളിൽ വെച്ചിരിക്കുന്ന ചെടികളിൽ ഗാമ റേഡിയേഷൻ കൊണ്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ പറയുന്നത് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചെടികളെ നമ്മൾ ഈ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജനറ്റിക് വേരിയേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴിയും നമുക്ക് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഗാമ റൈസ്. ഗാമ റൈസ് ഉപയോഗിച്ച് മ്യൂട്ടേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ അതിവിടെ കാണിച്ചിരിക്കുന്ന ഏരിയ. ഇത് ഗാമ ഗാർഡൻ എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ചെറിയ ഈ സ്റ്റാൻഡ് കണക്കുള്ളതിൻ്റെ മുകളിൽ നിന്ന് ഗാമ റേസ് എമിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഗാമ റേഡിയേഷന് വേണ്ടി നമ്മൾ ഈ ചെടികളെ ഇവിടെ റൗണ്ടിന് ഏതൊക്കെ ചെടികളിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കേണ്ടത് ആ ചെടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ച് അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. നല്ല തിക്കായിട്ടുള്ള വാള് ആയിരിക്കും ഉണ്ടാകുന്നത്, ഭിത്തിയായിരിക്കും ഉണ്ടാകുന്നത്. ഇത് നമ്മൾ അടച്ചതിന് ശേഷം വെളിയിൽ പോയി അവിടെ നിന്ന് നമ്മൾ കൺട്രോൾ ചെയ്താണ്, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഇതിന് ഗാമ റേസിലേക്ക് കൊടുക്കുന്നത്. ഗാമ റേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് ഓപ്പൺ ചെയ്യില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ദിവസമോ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതിനകത്ത് നിന്ന് വെളിയിലെടുക്കുന്നു. അപ്പോൾ ചെടികൾ പിന്നെ വളരുമ്പോൾ അതിൽ സീഡുകൾക്കോ അല്ലെങ്കിൽ അതിൽ തൈകൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ മാറ്റങ്ങൾ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ചെടികൾ നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴിയും നമ്മളിത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജനറ്റിക് വേരിയേഷൻ ക്യാൻ ബി മെയ്ഡ് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. ഇപ്പോൾ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിൻ്റെ ഫലമായി ഒരുപാട് തരത്തിലുള്ള ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ ചില വെറൈറ്റീസ്, അതേ കണക്ക് തന്നെ തക്കാളിയുടെ ചില വെറൈറ്റീസൊക്കെ നമുക്കിങ്ങനെ, റൈസിൻ്റെ വെറൈറ്റീസൊക്കെ നമുക്ക് ഇത് കണക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. നമ്മൾ ഈ ആദ്യം കളക്ട് ചെയ്ത സീഡുകളെല്ലാം കൊണ്ടു ചെന്ന് പ്രത്യേകം ഫീൽഡുകളിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവയുടെ സ്വഭാവങ്ങൾ പഠിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഇന്ന സ്വഭാവങ്ങളുള്ള മതി എന്ന് നമ്മൾ രണ്ടെണ്ണം നമ്മൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുന്നു. രണ്ട് ചെടികളെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. അവയാണ് നമ്മൾ പേരൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാറ്റുന്നു. ഇപ്പോൾ 100 വിത്തിനങ്ങൾ കൊണ്ടുവന്ന് കൃഷി ചെയ്തു എങ്കിൽ അതിൽ 98 നമ്മൾ മാറ്റിയിട്ട് 2 എണ്ണം മാത്രം നമ്മളവിടെ സെലക്ട് ചെയ്യുകയാണ് ഇതിൽ ഉള്ളത്. അതാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് സെലക്റ്റഡ് പേരൻസ്. നമ്മളിവിടെ സെലക്ട് ചെയ്ത പേരൻസിനെ ക്രോസ് ഹൈബ്രിഡൈസേഷന് വിധേയമാക്കുന്നു. ക്രോസ് ഹൈബ്രിഡൈസേഷൻ്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇതിന് മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുകയാണ്. അതിനുവേണ്ടി ആദ്യം ചെയ്യുന്ന നമ്മൾ ഈ സെലക്ട് ചെയ്ത പ്ലാന്റ്സിൻ്റെ വിത്തുകൾ 2 ഫീൽഡിലായിട്ട് നമ്മുടെ ലാബിൽ തന്നെ 2 സ്ഥലങ്ങളിലായിട്ട് നട്ടിട്ട് അതിൽ ഒന്നിനെ മെയിലായിട്ടും മറ്റൊന്നിനെ ഫീമെയിലായിട്ടും കണക്കാക്കി, മെയിലായി കണക്കാക്കുന്നതിൽ നിന്ന് പോളൻ ഗ്രെയിൻസിനെ ആർട്ടിഫിഷ്യലായിട്ട് കളക്ട് ചെയ്ത് ഫീമെയിലായിട്ട് കണക്കാക്കുന്ന ചെടികളുടെ സ്റ്റിഗ്മയിൽ നമ്മൾ ഡസ്റ്റ് ചെയ്യുന്നു. അവിടെ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തും. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ അതിൻ്റെ സ്റ്റേമൻസിനെ ഫീമെയിൽ ഫ്ലവറായി കണക്കാക്കുന്ന ചെടികളിൽ നിന്ന് സ്റ്റേമൻസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമാസ്കുലേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മെയിൽ പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസിനെ ഫീമെയിൽ പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഡസ്റ്റ് ചെയ്യിക്കുന്നു. ഇതാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ. എന്നിട്ട് ഇതിനെ ഒരു പേപ്പർ ബാഗ് കൊണ്ട് മൂടി വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് കുറേ നാൾ കഴിയുമ്പോൾ സീഡ് കിട്ടും. ഈ സീഡിൽ നമ്മൾ കരുതുന്നത് നമ്മൾ സെലക്ട് ചെയ്ത 2 പ്ലാന്റ്സിൻ്റെയും ക്യാരക്ടേഴ്സ് ഉള്ള സീഡായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അതങ്ങനെ ആയിരിക്കുമോ ഇല്ലയോ നമുക്ക് അറിയാൻ ഒക്കില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ആ സീഡിനെ നമ്മൾ കൊണ്ടുവന്നെല്ലാം വീണ്ടും നമ്മൾ നട്ടു നോക്കും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 1000, 100 അല്ലെങ്കിൽ 150, 200 എണ്ണം നമ്മൾ നട്ടു എന്ന് കരുതുക. 200 സീഡ് നമുക്ക് കിട്ടി, അതുകൊണ്ടൊന്ന് നട്ടു എന്ന് കരുതുക. ഈ 200 എണ്ണവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ക്വാളിറ്റീസ് ഉള്ളതായിരിക്കില്ല. കുറച്ച് നല്ലത് കിട്ടും, കുറച്ച് നേരത്തെ ഉള്ളതുപോലെ ആയിരിക്കും, ചിലത് വളരെ മോശമായിരിക്കും.
അതുകൊണ്ട് നമ്മളിതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഉദ്ദേശിച്ച ഗുണങ്ങളുള്ള ചെടികളുടെ സീഡുകൾ വീണ്ടും നമ്മൾ കളക്ട് ചെയ്യുന്നു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. റീകോമ്പിനൻസ് എന്നാണ്, റീകോമ്പിനൻസ്. എന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് നെല്ലിൻ്റെ ഒരു പുതിയ വിത്തിനെ നമ്മൾ കണ്ടെത്തി. ഉദാഹരണമായിട്ട് അവയിൽ 2 ക്വാളിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു. ഒന്ന് ഹൈ ഈൽഡ്, നല്ല ഈൽഡ്. രണ്ടാമത്തത് അതിന് നൈട്രജൻ ഫിക്സിങ് കപ്പാസിറ്റി ഉണ്ട്. നൈട്രജൻ ഫിക്സിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. നൈട്രജൻ വളങ്ങൾ നമ്മൾ അധികം കൊടുക്കേണ്ട കാര്യമില്ല. നൈട്രജനെ അതിന് സ്വന്തമായിട്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ സീഡിനെ നമുക്ക് ഉടൻ തന്നെ കർഷകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സീഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇത് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു. നമ്മൾ കൃഷി ചെയ്യാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന്, ആ ഭൂഭാഗത്തു നിന്ന് കുറേ കർഷകരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് കൊല്ലം ജില്ലയിലാണ് നമ്മൾ ഇതിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൊല്ലം ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഈ നെൽവിത്തിനം അല്ലെങ്കിൽ ആ വിത്തിനം കൊടുത്തിട്ട് ഇതും കൂടി നിങ്ങൾ നേരത്തെ ഉള്ളതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു ഫീൽഡ് കൃഷി ചെയ്ത് നോക്കാൻ പറയുന്നു. അല്ലാതെ നമ്മൾ പുതിയത് കണ്ടെത്തി നിങ്ങൾ ഇത്രയും നാൾ കൃഷി ചെയ്തെല്ലാം മാറ്റിക്കോളുമെന്ന് ഒരിക്കലും പറയാൻ നോക്കില്ല. കാരണം നമ്മൾ കണ്ടെത്തിയ നെൽവിത്തിനം ഫീൽഡിൽ നമ്മൾ ഇത്ര നാൾ ചെയ്ത ലാബിലാണ്, അത് ഫീൽഡിൽ സക്സസ് ആകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കർഷകർക്ക് കൊടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് സക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃഷി ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമ്മളതിന് പേര് കൊടുക്കുന്നു, ആ വിത്തിനത്തിന് പ്രത്യേകം പേര് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ റിലീസ് ചെയ്യുന്നു. നമ്മൾ പിന്നെ അഗ്രികൾച്ചർ മാഗസിനിൽ കൂടിയോ ജേണലിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മീഡിയ വഴിയോ ഒക്കെ നമ്മൾ ഇങ്ങനെ പുതിയ വിത്തിനങ്ങൾ കണ്ടെത്തി എന്ന് പറയുകയും കർഷകർക്ക് അത് നമ്മൾ കൃഷിഭവൻ വഴിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള മാർഗ്ഗം വഴിയോ എത്തിക്കുകയും ചെയ്യുന്നു. ടെസ്റ്റിംഗ്, റിലീസിങ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ്. അപ്പോൾ ഇവിടെ ഈ വെറൈറ്റിയെ നമ്മൾ കൊമേഴ്സ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരുപാട്. പിന്നെ കൃഷിഫാമിൽ നമുക്കറിയാവുന്നതാണ് സീഡ് ഫാമുകളുണ്ട്. ഈ സീഡ് ഫാമുകൾ ഇതിൽ പ്രത്യേകമായിട്ട് ഇതിനെ കൃഷി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്? 1, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. 2, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. 3, ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് സെലക്റ്റഡ് പേരൻസ്. 4, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്. 5, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ന്യൂ വെറൈറ്റീസ്. ഓക്കെ.